ബാൽ ദൈവങ്ങളും മിഥ്യാമൂർത്തികളും അശേര പ്രതിഷ്ഠകളും സമൃദ്ധമായി നിലനിന്നിരുന്ന ഒരു കാലത്ത് ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനോട് പറഞ്ഞതത്രേ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 39-ാമത്തെ വാക്യം. ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ ഇന്നറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുക. അന്നത്തെ കാലത്ത് അന്യദൈവങ്ങൾ ഓരോന്നും ഓരോ കാര്യങ്ങളുടെയും ദൈവമാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. സൂര്യൻ്റെ ദൈവമായിരുന്നു മിസ്രൈമുകാർ വിശ്വസിച്ചു പോകുന്ന റാ. കൊടുങ്കാറ്റിൻ്റെ ദൈവമായിരുന്നു കനാനിയർ വിശ്വസിച്ചു പോകുന്ന ബാൽ. ഓരോന്നിനും മനുഷ്യർ സൃഷ്ടിക്കുന്ന ദേവന്മാരും ദേവതകളും പിന്നെ ആൾ ദൈവങ്ങളും ഒട്ടും കുറവില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇന്നത്തേതും. മിക്ക പേരും തന്നെ അവർ അറിയാത്തതിനെ ദൈവമെന്ന് കരുതി നമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമെന്നും പൂർണ്ണമെന്നും അറിഞ്ഞ് ഏക സത്യ ദൈവത്തെ ആരാധിക്കുവാൻ, ആ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത അവിടുന്ന് സ്വർഗത്തിൽ അധിവസിക്കുന്നവനും അവിടെ ഇരുന്ന് വാണരുളുന്നവനും മാത്രമല്ല, താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം. ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ വാസം കൽപ്പണിയായ ആലയങ്ങളിലല്ല, ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചിട്ടുള്ള എല്ലാ ദൈവമക്കളുടെയും ഉള്ളിലാണ് എന്നതത്രേ ഏറ്റവും വലിയ പ്രത്യേകത. ഏകസത്യ ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്താൽ മാത്രമേ മനുഷ്യാത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലും അധിവസിക്കുകയും ആധിപത്യം നടത്തുകയും ചെയ്യുന്ന ദൈവത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രമാത്രം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് ഈ തരുണത്തിൽ കരണീയമാണ്. തിരുവചനം പറയുന്നത്, യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ വാക്യം, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ദൈവം ഓംനിപ്രസൻസ്, സർവവ്യാപിയാണ്. ഒരേ സമയം എല്ലായിടത്തും എല്ലാവർക്കും വേണ്ടി അവിടുന്നുണ്ട്. സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവുമാണ്. ദൈവം എത്രയും അത്രയും വലിയവനായി നാം അവനെ നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിൽ സ്ഥാപിക്കണം. അതിനൊരു പൂർണ്ണ ഹൃദയം ആവശ്യമാണ്. പൂർണ്ണ ഹൃദയത്തോടെ നാം അവനെ അന്വേഷിക്കുമ്പോൾ വലിയവനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയും വലിമയും നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. കണ്ടെത്തുവാൻ അവിടുന്ന് ഇടയാക്കും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.